നമസ്കാരം സാർ. നമസ്തേ നമസ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആണ് പറഞ്ഞത്. നമ്മള് ക്ലാസ്സിലേക്ക് സീരിയസ് ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ നമ്മളിന്ന് പാമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് യഥാർത്ഥത്തില് കൈകളെ കുറിച്ച്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് സ്ക്രീനിൽ ചിത്രങ്ങൾ വരും. സ്ക്രീനിൽ ചിത്രങ്ങൾ വരുമ്പോൾ ആ ചിത്രം നിങ്ങൾ അപ്പോൾ തന്നെ വരച്ചെടുക്കണം. അത് നിങ്ങൾ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ഇടത് ഭാഗം ആ പേജ് ഫ്രീ ആക്കി ഇട്ടേക്കണം. നോട്ട്ബുക്കിന്റെ ഇടത് ഭാഗത്തെ ആ പേജ് ഫ്രീ ആക്കി ഇട്ടിട്ട് നിങ്ങളുടെ കൈ നിവർത്തി അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ വരച്ചിടുക. കൈയുടെ ഔട്ട്ലൈൻ വരച്ചിടുക. അപ്പൊ അത് എളുപ്പമായി ഔട്ട്ലൈൻ വരച്ചിടുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കൈയുടെ ഔട്ട്ലൈനേക്കാൾ വിരലിലാണ് പ്രാധാന്യം. ചിത്രങ്ങൾ ക്ലാസ് പറയുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം. ചിത്രങ്ങൾ നോട്ട് ചെയ്ത് എടുക്കണം. നോട്ട്സ് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യും. ക്ലാസ്സിന് ശേഷം നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പൊ നോട്ട്സ് നിങ്ങൾ എഴുതണ്ട, ചിത്രങ്ങൾ മാത്രം അടയാളപ്പെടുത്തി എടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുമ്പോൾ വിരലുകളാണ്. ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ വരച്ചെടുക്കേണ്ടി വരുന്ന കാര്യമില്ല. പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. കഴിയുമെങ്കിൽ ആ വരച്ചെടുക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൈ വെക്കുക നോട്ട്ബുക്കിൽ, എന്നിട്ട് അതിന്റെ ഔട്ട്ലൈൻ വരയ്ക്കുക. അതിന് അത്യാവശ്യം മോഡിഫിക്കേഷൻ പിന്നീട് കൊടുത്താൽ മതിയാവും. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പഠിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും നോട്ട്സ് എഴുതരുത്. നോട്ട്സ് നിങ്ങൾക്ക് രണ്ടാമത് തരുന്നതാണ്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ മൊബൈലാണ് സ്റ്റാർട്ട് ചെയ്യും. സോറി, ഒരു മിനിറ്റ്. കാരണം ലാപ്പ് ആദ്യമായിട്ട് ഓണായി വരാത്തതുകൊണ്ട് നമ്മൾ കേൾക്കാം. ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൈയെക്കുറിച്ച് പറയാം. നമ്മളെ കയ്യിൽ 7 ജാതി കൈകളുണ്ട് എന്നാണ് പറയുക. 7 ജാതി കൈകളുണ്ട്. ഇപ്പൊ 7 ജാതി കൈകളും ഓരോന്നിനും പേരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അത് ആദ്യം പഠിപ്പിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇന്ന് കൈ തുടങ്ങിയാൽ നിങ്ങൾ ഇന്ന് തന്നെ ക്ലാസ് മതിയാക്കി പോകും. അത്രയ്ക്ക് ബോറാണ് കൈ, അത്രയ്ക്ക് ബോറാണ്. ഇത് പഠിപ്പിക്കുന്നത്, ഇത് പഠിക്കുന്നത്, ഇത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് ക്ലാസ് മതിയാക്കും. അതുകൊണ്ട് കൈ നമ്മൾ പിന്നീട് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. 7 ജാതി കൈകളെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ഒരു 4-5 ഷീറ്റ് പേപ്പർ രാജേഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. 5 പേജ് ഒന്ന് മാറ്റിയിട്ടിട്ട് അപ്പുറം 6ാമത്തെ പേജ് തൊട്ടായിരിക്കും നോട്ട്സ് പറയുമ്പോൾ നോട്ട്സ് എഴുതേണ്ടത്. ഈ 5 പേജ് മാറ്റിയിടാൻ പറഞ്ഞത് പിന്നീട് പാം പറയുമ്പോൾ അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയാണ്. നമ്മുടെ കയ്യില് 5 വിരലുകളാണുള്ളത്. പാമിസ്ട്രിയിൽ പറയുമ്പോൾ 4 വിരലും തായ് വിരലും എന്നാണ് പറയുക. അതിനൊരു ചെറിയ ഡിഫറൻസ് അതിനകത്ത് പറയും. 1ാം വിരൽ എന്ന് പറയുന്നത് ഈ ചൂണ്ട് വിരലിനെയാണ്.
ചൂണ്ടുവിരൽ. ചൂണ്ടുവിരലിലാണ് ഒന്നാം വിരൽ എന്ന് പറയാം. ആ ഒന്നാം വിരലിന്റെ ചുവട് നോക്കിയ ചിത്രത്തിൽ നോക്കിയേ, അതിനെ വ്യാഴൻ എന്നാ പറയാം. പിക്ചർ കണ്ടല്ലോ. ഒന്നാം വിരലിന്റെ ചുവട് വ്യാഴൻ എന്നാ പറയാ. ഇതാരും ഇപ്പൊ എഴുതിയെടുക്കാൻ നിൽക്കണ്ട. നമ്മൾ ഇത്രയെങ്കിലും പ്രാവശ്യം ഇനി ആവർത്തിച്ച് പറയും. അവിടെ മനസ്സിലാക്കിയാൽ മതി. ഒന്നാം വിരലിന്റെ ചുവട് വ്യാഴനാണ്. രണ്ടാം വിരൽ, ആ രണ്ടാം വിരലിന്റെ ചുവട് എന്ന് പറയുന്നത് ശനി മണ്ഡലമാണ്. ആ വിരലിന് പറയുന്നത് ശനി വിരൽ എന്നും പറയും. ഇപ്പൊ വ്യാഴമണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന വിരലിനെ വ്യാഴമണ്ഡലം എന്ന് പറയുന്ന പോലെ ശനി മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന വിരലിനെ ശനി മണ്ഡലം എന്ന് പറയും. മൂന്നാമത്തെ വിരൽ നമ്മൾ മോതിര വിരൽ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ വിരൽ. മൂന്നാമത്തെ വിരലിനെ പറയുന്നത് ആദിത്യൻ, രവി എന്നാണ്. അപ്പോളോ മൗണ്ട് എന്ന് പറയും, രവി മണ്ഡലം എന്ന് പറയും, ആദിത്യൻ എന്ന് പറയും. നമ്മുടെ കയ്യിലെ മണ്ഡലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരാളാണ്, വിരലും വളരെ പ്രാധാന്യമുള്ള ഒരാളാണ് ഈ രവി വിരൽ എന്ന് പറയാം. നാലാമത്തെ വിരൽ, അത് നമ്മൾ ചെറുവിരൽ എന്ന് പറയുന്നത്. ആ ചെറുവിരൽ ബുധമണ്ഡലത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബുധമണ്ഡലത്തെ ചെറുവിരൽ എന്ന് പറയുന്നത് ബുധം. അപ്പൊ നിങ്ങൾ ഇപ്പൊ 1 or 2 മണ്ഡലം നിങ്ങളിപ്പോ മനസ്സിൽ സൂക്ഷിക്കുക. എല്ലാം മനസ്സിൽ സൂക്ഷിക്കാൻ നിൽക്കണ്ട. നമ്മൾ ഇത് ആവർത്തിച്ച് ഇത്രയെങ്കിലും പ്രാവശ്യം പറയുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് ഇതിലിപ്പോ തന്നെ 1 or 2 മണ്ഡലം ഓർമ്മയിലങ്ങ് സൂക്ഷിക്കുക. ഇപ്പൊ ഒന്നാമത്തെ വിരലിന്റെ ചുവടെന്ന് പറഞ്ഞത് വ്യാഴനാണ്. രണ്ടാമത്തെ വിരലിന്റെ ചുവടെന്ന് പറയുന്നത് ശനിയാണ്. മൂന്നാമത്തെ വിരലിന്റെ ചുവട് എന്ന് പറയുന്നത് രവിയാണ്. നാലാമത്തെ വിരലിന്റെ ചുവട് ഭാഗം എന്ന് പറയുന്നത് ബുധനാണ്, മെർക്കുറിയാണ്. അതിന് താഴെയുള്ള ചൊവ്വയും ചന്ദ്രനും നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. പിന്നെ വരുന്നത് നമ്മുടെ തായ് വിരലാണ്, പെരുവിരൽ, തമ്പ്. തായ് വിരൽ അല്ലെങ്കിൽ പെരുവിരൽ അല്ലെങ്കിൽ തമ്പ് എന്ന് പറയുന്ന ആളാണ്. ഒരുപക്ഷെ ഇത്രയും കാലം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തമ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണില്ലായിരിക്കും. നിങ്ങൾ ജനിച്ച കാലം മുതൽ ഇതുവരെ ഈ നിമിഷം വരെ നിങ്ങളോടൊപ്പം ഉള്ളതാണ് ഈ തമ്പ്. പക്ഷെ ആ തമ്പിനെ നിങ്ങൾക്ക് അറിയില്ല. എന്താ തമ്പിന്റെ പ്രത്യേകത? മറ്റെല്ലാ വിരലുകൾക്കും 3 സെഗ്മെന്റ് ഉണ്ടായിരിക്കും. 3 സെഗ്മെന്റ് അല്ലെ? 3 മടക്കാം. നമുക്ക് 3 ഖണ്ഡങ്ങളായിട്ട് നമുക്ക് എല്ലാ വിരലിനെയും മടക്കാം. ആ 3ാമത്തെ ഖണ്ഡത്തിന്റെ ചുവട്ടിലാണ് മണ്ഡലം വരുന്നത്. എല്ലാവരിലും നഖത്തോട് ചേർന്ന ഒരു ഖണ്ഡം, അതാണ് 1ാം ഖണ്ഡം എന്ന് പറയാം. മറന്നു പോകരുത്. നമ്മളിൽ പല പ്രാവശ്യം പറയും, നഖത്തോട് ചേർന്ന് വരുന്ന സെഗ്മെന്റ് ആണ് ഫസ്റ്റ് സെഗ്മെന്റ്, 1ാം ഖണ്ഡം എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് 2ാമത് വരുന്നത് 2nd സെഗ്മെന്റ്, 3ാമത്തത് 3rd സെഗ്മെന്റ്. ആ 3ാമത്തെ സെഗ്മെന്റ് ചുവടാണ് മണ്ഡലം എന്ന് പറയാം. എന്നാ തായ്വിരൽ നോക്കിയേ, തായ്വിരലിൽ 2 സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ. നഖത്തോട് ചേർന്ന ഒരു സെഗ്മെന്റ്, പിന്നെ വേറൊന്ന്. 3ാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ശുക്രനാണ്. 3ാമത്തെ സെഗ്മെന്റ് പൂർണ്ണമായിട്ടും മണ്ഡലമാണ്, അതായത് സെഗ്മെന്റ് ആണ്. അപ്പൊ മറ്റെല്ലാ വിരലുകൾക്കും 3 സെഗ്മെന്റ് ഉണ്ടായിരിക്കുമ്പോൾ ഇയാൾക്ക് 2 സെഗ്മെന്റേ ഉള്ളൂ. 3ാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ആ മണ്ഡലമാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തായ് വിരലിനെ കുറിച്ചാണ്. പക്ഷെ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് വ്യാഴവിരലിനെ തൊട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. 1ാം വിരലിനെ തൊട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അതൊക്കെ മറ്റൊരു പേരൂടെ ഉണ്ട്. ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയും, ചൂണ്ട് വിരൽ എന്ന് പറയും. ഈ വിരലിനെ പറയുന്നത് ഒരു നീതിബോധത്തിന്റെ ആള് എന്നാണ് പറയുക. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് എന്നും പറയാറുണ്ട്. കോൺഷ്യസ് മൈൻഡിനെ
റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ഇയാൾ എന്ന് പറയാറുണ്ട്, കോൺഷ്യസ് ആയിട്ടുള്ള. ആ ഒന്നാമത്തെ പിക്ചർ ഇടാമോ മാഷേ? അതെ. ഓക്കെ, ആ നഖത്തോട് ചേർന്നിരിക്കുന്ന ഭാഗം, ആ നഖത്തോട് ചേർന്നിരിക്കുന്ന ഭാഗം നമ്മുടെ മതവികാരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മിഡിൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞത് നമ്മുടെ സ്ഥാനമാനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് വിഷയാശക്തി, ഭൗതികമായ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യത്തെക്കുറിച്ചാണ്. ചുവട് ഭാഗം മണ്ഡലം എന്ന് പറയുന്നത് അധീശത്വം, അതായത് മേധാവിത്വത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണ് ആ മൗണ്ട് എന്ന് പറയുക. ആ ചൂണ്ടുവിരലിനെ കുറിച്ചാണ് നമ്മൾ പറയുക. അത് നമ്മളൊരു ആത്മവിശ്വാസത്തിന്റെ അളവുകോല് എന്ന് പറയാറുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് റേറ്റ് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എത്രമാത്രം കോൺഫിഡൻസ് നമുക്കതുണ്ട്, ആദ്യം പറഞ്ഞില്ലേ, ബോധ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ എന്നാണ് പറയാം. ഈ വിരലിന് നീളം കൂടിയതാണെങ്കിൽ, ഈ നീളം കൂടിയതും കുറഞ്ഞതൊക്കെ എത്ര സെന്റിമീറ്റർ എന്നൊരു ചോദ്യം വേണ്ട, ആനുപാതികമായിട്ടാണ് നമ്മൾ എടുക്കുക. ഈ ചൂണ്ട് വിരലിന്, അതായത് ഒന്നാം വിരലിന് നീളം കൂടുതലുണ്ട് എങ്കിൽ അയാൾ അധികാരമോഹിയായിരിക്കും എന്നാണ് പറയുക. അധികാരമോഹിയായിരിക്കും. ഒരുപക്ഷെ ഇപ്പൊ ക്ലാസ്സിലുള്ള ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ കാറില് വിശ്രമിക്കുന്ന സുഹൃത്ത് നോട്ട്സ് എഴുതുകയാണെങ്കിൽ വേണ്ട കേട്ടോ. നോട്ട്സ് ആണ് എഴുതുന്നെങ്കിൽ ഇപ്പൊ എഴുതണ്ട, നോട്ട്സ് രണ്ടാമത് തരാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി തോന്നുന്നു. താങ്കൾ എന്നെ ശ്രദ്ധിക്കുന്നു. താങ്കൾ നോട്ട്സ് എഴുതണ്ട, നോട്ട്സ് ഞാൻ രണ്ടാമത് തരാം. ഇപ്പൊ ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ ഈ ഒന്നാം വിരൽ അയാൾക്ക് നീളം കൂടിയിരുന്നാൽ അയാൾ അധികാരമോഹിയായിരിക്കും എന്നാ പറയാ. അവർ ഭരണകർത്താക്കളുമായിരിക്കും എന്നാണ്. അധികാരമോഹികളാവും, ഭരണകർത്താക്കളാവും. ഇപ്പൊ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പോകുന്നത് പൊളിറ്റീഷ്യൻസിനെയാണ്. വീട്ടിലിരിക്കുന്ന ആളായിരുന്നാലും, വീട്ടിലിരിക്കുന്ന സ്ത്രീ, വീട്ടമ്മ, അവരാണെങ്കിലും ഈ അടയാളമുണ്ടെങ്കിൽ വീട്ടിലെല്ലാ കാര്യങ്ങളും അവരെ അടക്കി ഭരിക്കും. അല്ലാതെ നാട്ടിലെ പുരുഷന്മാർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാർ, നേതാക്കന്മാർ അങ്ങനെ മാത്രമല്ല, വീട്ടമ്മയുടെ കയ്യിലും ഈ ഒന്നാം വിരൽ നീളം കൂടിയതാണ് എങ്കിൽ അവരുടെ അധികാരം വരുന്ന വീട്ടിന്റെ 4 ചുമരുകൾക്കുള്ളിലാണ്. ആ 4 ചുമരുകൾക്കുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അവർ നിശ്ചയിക്കും. അവര് അറിയാതെ ഒരു ഇല പോലും അതിനകത്ത് അനങ്ങാൻ അവരത് അനുവദിക്കുകയില്ല. അതാണ് അവരുടെ പ്രത്യേകത. അപ്പം ആര് എന്നുള്ളതല്ല, എവിടെയാണോ അവർ ജോലി ചെയ്യുന്നത് അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഈ ശാസ്ത്രം എഴുതിയ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ജോലി തിരിവൊക്കെ വളരെ കുറവാണ്. വളരെ കുറച്ച് കാറ്റഗറീസ് ആൾക്കാർ വളരെ കുറവാണ്. വളരെ കുറച്ച് തരംതിരിവുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ നൂറ്റാണ്ടിൽ തരംതിരിവ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. 1 2 കാറ്റഗറീസ് അല്ല ജനം എന്ന് പറയുന്നത്, 100 കണക്കിന് കാറ്റഗറീസ് ആണ്. അപ്പൊ ഈ ശാസ്ത്രം പണ്ടെഴുതിയപ്പോൾ അവരെല്ലാം അധികാരമോഹികളും ഭരണകർത്താക്കളുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഒരുപക്ഷെ വീട്ടമ്മ അതിനകത്ത് വരില്ലായിരിക്കാം. പക്ഷെ ഇപ്പോ വീട്ടമ്മയായാലും വരാം. കാരണം അവരും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിക്കുന്നുണ്ട്, അയൽക്കൂട്ടങ്ങൾ ഭരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ വിരലിന് നീളം കൂടുതലുണ്ട് എങ്കിൽ, ഒന്നാം വിരലിന് നീളം കൂടുതലുണ്ട് എങ്കിൽ ഉറപ്പിക്കുക, അധികാരമോഹികളായിരിക്കും അവർ, ഭരണകർത്താക്കളുമായിരിക്കും. എന്നാൽ ഇവരുടെ ഈ അധികാരമോഹം പലപ്പോഴും ഈ അവരുടെ പേര്, ദുഷ്പേര്, അല്ലെങ്കിൽ എന്താ പറയാ,
ഒരു അന്തസ്സ് നഷ്ടപ്പെടുന്ന വിധത്തിൽ ഇടപെടുന്നവരായിരിക്കും. ഈ അധികാരം, ഈ ചില നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ അപ്രതീക്ഷിതമായിട്ടൊക്കെ ഈ പറഞ്ഞ പഞ്ചായത്തിന്റെ ഒക്കെ പ്രസിഡന്റ് ആവുകയോ വാർഡ് മെമ്പർ ആവുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും. അവർ പോലും പ്രതീക്ഷിക്കില്ല അവർ ജയിക്കുമെന്നും അവരാകുമെന്നും. ഇപ്പൊ ജയിച്ച് അവരായിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ പെരുമാറ്റവും സംസാര രീതിയൊക്കെ പെട്ടെന്ന് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ അന്തസ്സിന് കോട്ടം വരുന്നു എന്നുള്ള കാര്യം അവരപ്പോൾ അറിയില്ല. അവർ പെരുമാറുന്ന രീതി കൊണ്ട് അവരുടെ അഭിമാനത്തിന്, അവരുടെ അന്തസ്സിന്, അവരുടെ പേരിന്, അവരുടെ പ്രശസ്തിക്ക് കോട്ടം സംഭവിക്കും എന്ന് അവരറിയുന്നില്ല. നോക്കിയാൽ അവരുടെ അവരുടെ ചൂണ്ടുവിരൽ, ഇൻഡെക്സ് ഫിംഗർ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ ഇൻഡെക്സ് ഫിംഗറിന് നീളം കൂടുതലാണ്. അപ്പൊ അവർ അധികാരം പ്രയോഗിക്കാനും ഞാൻ ഏറ്റവും മികച്ച ഭരണകർത്താവാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങൾ ധനനഷ്ടത്തിനും ദുഷ്പേര് അല്ലെങ്കിൽ അന്തസ്സ് നഷ്ടപ്പെടുന്നതിനും കാരണമായി തീരും. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്കൊന്ന് ഉറയ്ക്കാം, നമുക്ക് പഠിക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞത് നീളം കൂടുതലുണ്ടായിരുന്നാൽ അധികാരമോഹികളായിരിക്കും, ഭരണകർത്താക്കളായിരിക്കും. ഭരണകർത്താക്കളാണ്, പക്ഷെ അധികാരമോഹം കൊണ്ട് അവർക്ക് സംഭവിക്കുന്നത് ദുഷ്പേരായിരിക്കും. അവർ പെരുമാറുന്ന രീതി കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ ആ വിരൽ പലപ്പോഴും ശ്രദ്ധിക്കാറ്. നമ്മൾ ഈ വിരലിങ്ങനെ നിവർത്തി നോക്കുമ്പോൾ ഈ വിരലുകൾക്കിടയിൽ അകലം ഉണ്ടായിരിക്കും. ചുരുക്കം ചിലർ പേര് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ പറയുന്നത് വിരലുകൾക്കിടയിൽ അകലം ഉണ്ടായിരുന്നാൽ പണം ചോർന്നു പോകും, അവരുടെ കയ്യിൽ പണം നിൽക്കില്ല, എങ്ങനെ പറയാറുണ്ട്. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പാനസ്ട്രി പഠിക്കുന്ന നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ വിശ്വസിക്കരുത്. അതൊരിക്കലും സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അത് യഥാർത്ഥത്തിൽ ആ വിരലിന്റെ ആ സെഗ്മെന്റിന്റെ ഇൻഡിവിജ്വാലിറ്റിയാണ്, ഐഡന്റിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഒന്നാമത്തെ വിരലും രണ്ടാമത്തെ വിരലും തമ്മിൽ ആ മൂന്നാമത്തെ ഖണ്ഡത്തിലാണ് സാധാരണ അവിടെയാണ് വിടവ് കാണുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് അയാളുടെ എന്താ പറയാ ഒരു ബോധത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിന് അതൊരു ഐഡന്റിറ്റി അതിനകത്തുണ്ടായിരിക്കും. അത് മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ അയാൾ ആഗ്രഹിക്കാത്ത ആളായിരിക്കും. അപ്പൊ അല്ലാതെ അതിന് ഒരിക്കലും അയാളുടെ ധനപരമായ വരവിനും ചെലവിനും അത് കാരണമല്ല. അത് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. ധനമൊക്കെ കയ്യിൽ നിന്നൊക്കെ നഷ്ടപ്പെടുന്നവരുടെ കാര്യം നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. ഈ രണ്ട് വിരല്, അത് ഒന്നാമത്തെ വിരലിനും രണ്ടാമത്തെ വിരലിനും ഒരേ നീളം ഉണ്ടാകാം. ഇപ്പൊ ഈ ചിത്രം കാണിച്ചിരിക്കുന്നത് അല്ല, മറ്റൊരു ചിത്രമുണ്ട്. അതെ, ഈ കയ്യില് ഒന്നാമത്തെ വിരലിനും രണ്ടാമത്തെ വിരലിനും ഒരേ നീളമായിരുന്നു. ഒന്നാമത്തെ വിരലിനും രണ്ടാമത്തെ വിരലിനും ഒരേ നീളമാണ്. വളരെ നല്ലൊരു ക്യാരക്ടറാണ്. ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, അടക്കി ഭരിക്കാൻ പറയില്ലേ, അടക്കി ഭരിക്കുക എന്നൊക്കെ പറയാറില്ലേ. മറ്റൊരാളിനും ഒരവസരവും കൊടുക്കാതെ എല്ലാം തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ കഴിവുള്ള ആളായിരിക്കും. എല്ലാം തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ, തന്നെ ഓവർടേക്ക് ചെയ്യാൻ മറ്റൊരാളെ അയാൾ അനുവദിക്കില്ല. അടക്കി ഭരിക്കാൻ, വാക്ക് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടക്കി ഭരിക്കാൻ താല്പര്യമുള്ള ആളായിരിക്കും. ഒരു കാരണവശാലും അയാൾ അധികാരം കൈകാലിൽ നിന്നെടുത്ത് മറ്റൊരാളിന് തല ഉയർത്താൻ അയാൾ അനുവദിക്കില്ല. അത്ര കണിശക്കാരനായിരിക്കും വാക്കുകളിലും പ്രവൃത്തിയിലും. അത് അയാൾക്ക് ഭംഗിയായി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഭംഗിയായി
ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെയാണ്. ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാൾ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ, ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരാൾ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ ആ ഒബ്ജക്ഷൻ എങ്ങനെ മറികടക്കണം എന്ന് പറയാൻ കഴിയുന്ന ഒരാളായിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. അടക്കി ഭരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു തീരുമാനം എടുക്കാൻ ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ വരുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മറ്റുള്ളവർ ആ തീരുമാനം കൈക്കൊള്ളാൻ പറ്റില്ല, നിയമപരമായിട്ട് അതിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം നിശ്ചയിക്കാൻ അയാൾക്ക് കഴിയും. അപ്പോൾ അതെങ്ങനെ ആ പ്രശ്നം ഓവർടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രശ്നം എങ്ങനെ ഓവർകം ചെയ്യണം, അതെങ്ങനെ ഓവർകം ചെയ്തു പോകാം എന്ന് ആ നിർദ്ദേശം കൊടുക്കാൻ കഴിവുള്ള ആളായിരിക്കും. എപ്പോഴും ഇപ്പം പൊളിറ്റീഷ്യന്മാരും ഈ എന്താ പറയാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്, മന്ത്രി ഇപ്പൊ ഏത് തന്നെ തീരുമാനം എടുത്തുകൊണ്ട് ചെന്നാലും അവിടെ ഉണ്ടായിരിക്കുന്ന അവരുടെ വകുപ്പ് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് അതിനകത്തൊരു കൊറിയിടാൻ പറ്റും. നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല, ഇന്ന ആക്ട് അല്ലെങ്കിൽ ഇന്ന റൂള് ഇന്ന നിയമം അനുസരിച്ച് അത് നിലനിൽക്കില്ല എന്ന് അവർ പറഞ്ഞ് കൊറിയിട്ടാൽ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം ഇപ്പൊ പറഞ്ഞുതരാം. പത്രത്തിൽ വായിച്ച അറിവാണ്, സത്യസന്ധത എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല, വസ്തുത അറിയില്ല. ഈ നമ്മുടെ ഗെയിൽ ഗ്യാസ് ലൈൻ, അതിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. ആ ഗ്യാസ് ലൈൻ പോകാൻ അവരുടെ ഭൂമി അവർ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ആ പ്രദേശത്തെ പൗരമുഖ്യന്മാരും പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അടങ്ങുന്ന ഒരു ഇത് വന്നപ്പോൾ ഭൂമിയുടെ വില കൂട്ടിക്കൊടുത്താൽ അതിന് പരിഹാരമാകും എന്നൊരു നിർദ്ദേശം വന്നു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വില, കൊടുത്താൽ ജനത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധം അത് കുറയും എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് നിയമപരമായി അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ സ്ഥലത്തിൻ്റെയും വില ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കൂടുതൽ വില കൊടുത്ത് ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഒരു നിലപാട് വന്നു. അപ്പൊ പ്രോഗ്രാം പൊളിയും. ബന്ധപ്പെട്ട മിനിസ്റ്റർ അവർ പറഞ്ഞെന്ന്, ഈ ഭൂമിയുടെ വില ഇടുന്നതാരാണ്? അത് ഗവൺമെന്റ്. ശരി, ഗവൺമെന്റ് ആ ഭൂമിയുടെ വില അങ്ങ് കൂട്ടുക, വിഷയം തീർന്നല്ലോ. ഭൂമിയുടെ വില കൂട്ടി കൊടുക്കാൻ പറ്റില്ല. ഭൂമിക്ക് വില നിശ്ചയിച്ചിരിക്കുന്ന ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് അവിടുത്തെ ഭൂമിയുടെ വില അങ്ങ് കൂട്ടുക, 3 ഇരട്ടി കൂട്ടാൻ തീരുമാനിച്ചു. ആ വിഷയം പരിഹരിച്ചേ. പിന്നീട് ആൾക്കാരെന്താ എന്റെ ഭൂമി കൂടി എടുക്കുമോ എന്ന് കേട്ട് വന്നെന്നാണ് പറയുന്നത്. കാരണം അവര് കൊടുത്ത ഭൂമിക്ക് അവിടുത്തെ മാർക്കറ്റ് വിലയേക്കാൾ 3 ഇരട്ടി വിലയാണ് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത്. ഇതാ ഞാൻ പറഞ്ഞത്, അവിടെ ആ തീരുമാനം പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആരായിരുന്നാലും അയാൾക്ക് ഉണ്ടായ വിഷയത്തെ ആ നിമിഷം പരിഹരിക്കാൻ കഴിഞ്ഞു. നിയമപരമായി ചെയ്യാൻ പറ്റില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ ആ നിയമത്തെ മാറ്റാൻ ഓർഡർ കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞു. അതുപോലെ അടക്കി ഭരിക്കാൻ ഒരു തീരുമാനം എടുത്താൽ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. പിറ്റേ ദിവസം അയാൾ വിളിച്ച് ചോദിച്ചിരിക്കും, ഇന്നലത്തെ തീരുമാനം നടപ്പിലായോ, ഏതുവരെയായി, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്. ഫോളോ അപ്പ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഈ പറഞ്ഞത് ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ ഈ ക്ലാസ് തീരുമ്പോൾ അവർ പറയണം. എൻ്റെ 2 വിരലുകളും, 1ാമത്തെ വിരലും 2ാമത്തെ വിരലും ഒരേ നീളത്തിലാണെന്ന് അവർ പറയണം. മറ്റുള്ളവർക്ക് അത് കാണാൻ കൂടി ഒരു അവസരമാണ്, അതുകൊണ്ടൊന്ന് കാണിക്കണം. അതേസമയം ഈ 1ാമത്തെ വിരലിനും 3ാമത്തെ വിരലിനും ഒരേ നീളം ഉണ്ടായിരിക്കാം. 1ാമത്തെ വിരലിനും ഇത് കിടക്കട്ടെ. ഈ 1ാമത്തെ വിരലിന്
മൂന്നാമത്തെ വിരലിനേക്കാൾ നീളം കൂടുതലുണ്ട്. ഒന്നാമത്തെ വിരലിന് മൂന്നാമത്തെ വിരലിനേക്കാൾ നീളം കൂടുതലുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് ഒന്നാം വിരലിലും രണ്ടാം വിരലിനും ഒരേ നീളം ഉണ്ടായിരിക്കുക എന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി മാറ്റുന്നുണ്ട്. ഒന്നാമത്തെ വിരലിന് മൂന്നാമത്തെ വിരലിനേക്കാൾ നീളമുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലാസ്സിനകത്തിരിക്കുന്ന 1-2 പേരുടെ വിരലെങ്കിലും അത്തരത്തിലുണ്ടാവും. ഒന്നാമത്തെ വിരലിന് മൂന്നാമത്തെ വിരലിനേക്കാൾ നീളം കൂടുതൽ ഉണ്ട് എങ്കിൽ അവർക്ക് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, നേതൃഗുണവും വളരെ കൂടുതലായിരിക്കും. ആത്മവിശ്വാസം, ചൂണ്ടുവിരലിന് നീളക്കൂടുതൽ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള ആളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെയും നേതൃഗുണം ഉണ്ടായിരിക്കും, ഭരണപാഠവും ഉണ്ടായിരിക്കും. ചെറിയ തെറ്റിന് പോലും ഇവർ ശിക്ഷിക്കും. വളരെ ചെറിയ തെറ്റ്, കൂടെയുള്ള ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും വഴക്ക് പറയുകയും ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷെ അടുത്ത നിമിഷം അതൊക്കെ മറക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ഉറപ്പായിട്ട് 1-2 ആൾക്കാരെങ്കിലും ഈ കാറ്റഗറിയിൽ വരുന്നവരുണ്ടാവാം. ഒന്നാമത്തെ വിരലിന് മൂന്നാമത്തെ വിരലിനേക്കാൾ നീളക്കൂടുതലുണ്ട് എങ്കിൽ, ഒന്നാമത്തെ വിരലിന് മൂന്നാമത്തെ വിരലിനേക്കാൾ നീളക്കൂടുതലുണ്ട് എങ്കിൽ അവർക്ക് ആത്മവിശ്വാസം കൂടും, നേതൃഗുണമുണ്ടായിരിക്കും. ആത്മവിശ്വാസം കൂടും, നേതൃഗുണമുണ്ടാകും. ചെറിയ തെറ്റിന് പോലും ശിക്ഷിക്കും. എന്നാൽ അടുത്ത നിമിഷം അവർ ശാന്തരാകുകയും ചെയ്യും. ഈ ആത്മവിശ്വാസം ഇയാൾക്ക് കൊടുക്കുന്നൊരു കുഴപ്പമുണ്ട്. ലേശം അഹങ്കാരിയായിരിക്കും. ഞാൻ എന്ന ബോധം ഇയാളിൽ നന്നേ ഉണ്ടായിരിക്കും. ഞാൻ അത് ഇയാളുടെ ഈ ആത്മവിശ്വാസമാണ് അല്പം അഹങ്കാരത്തിന് കാരണം ആകുന്നത്. ഒരു പരിധി പറഞ്ഞ ഒരു നല്ല സ്വഭാവമാണ്. അവർക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാനും നേതൃഗുണം ഉണ്ടാവും. പക്ഷെ കുഴപ്പം 2 ഉള്ളൂ. എന്താ? ഒന്ന്, ചെറിയ തെറ്റിന് പോലും തൻ്റെയോടൊപ്പമുള്ളവരെ വഴക്ക് പറയും, ശിക്ഷിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ലേശം അഹങ്കാരം ഉണ്ടാവും. പക്ഷെ ഒരു നല്ല ഗുണം അവിടെയും ഉണ്ട്. എന്താ? ഈ ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും, പഴയ ആളായിട്ട് മാറും, വീണ്ടും പഴയതുപോലെ പോവും. വഴക്ക് പറഞ്ഞത് മറ്റു കാര്യങ്ങളൊക്കെ അയാൾ അപ്പോഴും മറക്കുകയും ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. എന്നാൽ ഈ ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ നീളം കുറഞ്ഞു പോകാം. പിക്ചർ മാറ്റണ്ട. ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ നീളം കുറഞ്ഞു പോകാം. ഇപ്പൊ ഓർമ്മിക്കുക, നമ്മൾ നീളം കൂടിയാൽ എന്താ പറഞ്ഞത്? നേതൃഗുണമുണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാവും എന്നാ പറഞ്ഞത്. നേതൃഗുണമുണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ നേരെ തിരിച്ച അപകർഷതാബോധവും സംശയവും ഉണ്ടാകും. അപകർഷതാബോധം, നീളം കൂടിയിരുന്നാൽ പറഞ്ഞത് നേതൃഗുണം ഉണ്ടാവും, ആത്മവിശ്വാസം ഉണ്ടാവും. നീളം കുറഞ്ഞാൽ അപകർഷതാബോധവും സംശയവും, ഒരു സൂത്രശാലിയും ആയിരിക്കും. അയാൾക്ക് അയാളോട് തന്നെ വിശ്വാസരാഹിത്യം ഉണ്ടായിരിക്കും. തൻ്റെ കഴിവിൽ അയാൾക്ക് പോലും കോൺഫിഡൻ്റ് ആയിരിക്കില്ല. തൻ്റെ കഴിവിൽ അയാൾ പോലും കോൺഫിഡൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് അപകർഷതാബോധം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സംശയമായിരിക്കും. ഒരു കാര്യത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു സൂത്രശാലിയായിരിക്കും, നല്ല സ്വാർത്ഥനുമായിരിക്കും. ഇത്രയാകുന്ന ഒരാളിന് പിന്നെ ചെയ്യാൻ കഴിയുന്നത് തൻ്റെ കാര്യം മാത്രം നോക്കി പോകാനേ പറ്റൂ. മറ്റുള്ളവർ ഇടപെടാനും മറ്റുള്ളവരോടൊപ്പം നിൽക്കാനും കഴിയാൻ വരുമ്പോൾ തൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരാളായിട്ട് അയാൾ മാറും. അപ്പൊ അയാൾ തീർച്ചയായിട്ടും അയാളൊരു സ്വാർത്ഥനായിരിക്കും. എന്നാൽ ഈ 2 വിരലിനും ഒരേ നീളമുണ്ടായിരിക്കാം. 2 വിരലിനും ഒരേ നീളമുണ്ടായിരിക്കാം. ഏത് 2 വിരലിനും? ഒന്നാമത്തെ വിരലിനും മൂന്നാമത്തെ വിരലിനും ഒരേ നീളമുണ്ടായിരിക്കാം.
ഒന്നാമത്തെ വിരലിനും മൂന്നാമത്തെ വിരലിനും ഒരേ നീളമായിരുന്നാൽ സമ്പത്തിനും പ്രശസ്തിക്കും ഒരുപോലെ വാല്യൂ കൽപ്പിക്കുന്ന ആളായിരിക്കും അയാൾ. സമ്പത്തിനും പ്രശസ്തിക്കും ഒരുപോലെ വാല്യൂ ഉണ്ടായിരിക്കും, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും എന്ന് പറയാം. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന പകുതിയിലധികം ആൾക്കാരുടെ കയ്യിൽ ഒന്നാമത്തെ വിരലും മൂന്നാമത്തെ വിരലും ഒരുപോലെ ആയിരിക്കും വരിക. ഒരുപോലെ ആയിരുന്നാൽ തീർച്ചയായിട്ടും അയാളുടെ മുന്നിൽ സമ്പത്തും വെച്ച് പ്രശസ്തിയും നീട്ടിയാൽ ഇതിലേത് സ്വീകരിക്കും നേട്ടാൽ അയാൾ രണ്ടിലും കൈവെക്കും. അയാൾക്ക് ഒരേ സമയം സമ്പത്തിനോടും താല്പര്യമുണ്ട്, പ്രശസ്തിയോടും താല്പര്യമുണ്ടായിരിക്കും. അതൊരു മോശം കാര്യമെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് സമ്പത്തും വേണം, നാട്ടിൽ 10 പേര് അറിയുക എന്ന് പറയുന്നതും അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ സമ്പത്തിനും പ്രശസ്തിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും അവർ. എന്നാൽ ഈ ഒന്നാം വിരലിന് നേരത്തെ പറഞ്ഞ മൂന്നാം വിരലിനേക്കാൾ നീളം കൂടാം, മൂന്നാം വിരലിനേക്കാൾ നീളം കുറയാം എന്ന് പറഞ്ഞു. തീരെ നീളം കുറഞ്ഞു പോകാം. നമുക്കൊരു വൈരൂപ്യം പോലെ തോന്നാം. നന്നായി നീളം കുറയുക, പ്രത്യേകത ഏത് വിഷയത്തിനും വളരെ പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ ഇയാളെപ്പോലെ വിദഗ്ധൻ മറ്റൊരാളുണ്ടായിരിക്കില്ല. എത്ര വലിയ പ്രശ്നമായിരുന്നാലും, എത്ര ക്രിട്ടിക്കലായ പ്രശ്നമായാലും ഒരു സൊല്യൂഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ആളായിരിക്കും അയാൾ. സാധാരണ നമ്മൾ നീളം അല്പം കുറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ? നീളം കൂടിയാൽ നേതൃഗുണം ഉണ്ടായിരിക്കും, ആത്മവിശ്വാസം ഉണ്ടായിരിക്കും, ലേശ അഹങ്കാരമൊക്കെ വരുമെന്ന് പറഞ്ഞു. നീളം കുറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് കുറയും, അയാൾക്ക് അപകർഷതാബോധം ഉണ്ടാകും, എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന മൂന്നാമത്തെ ഇതില് നീളം തീരെ കുറവായിരുന്നാൽ നമ്മളൊരു മണ്ടൻ എന്ന് പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. അയാൾ ഏത് നിർണായക അവസരത്തിലും പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിവുള്ള ആളായിരിക്കും. അപ്പൊ ഇതിന് ജസ്റ്റ് റിവേഴ്സ് ഒന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ നീളം തീരെ കുറഞ്ഞു പോയാൽ, നീളം വളരെ കൂടിപ്പോവുക. നമ്മൾ മറ്റു വിരലുകളൊന്നും പറയുമ്പോൾ ഇത്രയൊന്നും വരില്ല കേട്ടോ. ഇത്രയും പോയിന്റ്സ് ഒന്നും രണ്ടാമത്തെ വിരൽ പഠിപ്പിക്കുമ്പോൾ വരാറില്ല. മൂന്നാമത്തെ വിരലുണ്ടാവും, രണ്ടാമത്തെ വിരൽ പഠിപ്പിക്കുമ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്നും വരാറില്ല. ഇപ്പൊ ഇവിടെ ഇപ്പം പറഞ്ഞേക്കുന്ന നീളം കുറഞ്ഞതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. ഏത് അപകടം പിടിച്ച സാഹചര്യത്തിലും വേഗത്തിൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്ന ആള് എന്നാ പറഞ്ഞത്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറയുന്നത് നന്നായി നീളമുണ്ട് എങ്കിൽ, എന്നുവെച്ചാൽ നമുക്ക് തന്നെ തോന്നിയിട ഇയാളുടെ വിരലുകൾക്ക് എന്താ ഇത്രയും നീളം. ആ ഒരു വിരലിന്, ചൂണ്ടുവിരൽ വളരെ നീളമുള്ളതാണ് എങ്കിൽ വളരെ അപകടകാരിയായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് അയാൾ. വളരെ അപകടകാരിയാണ്. വളരെ അപകടകാരിയായ ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും അയാൾ. ക്രൂവൽ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. ക്രൂവലാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രൂവലായ ഒരു മനുഷ്യനാണ് ഏറ്റവും നീളം കൂടിയ ചൂണ്ടുവിരൽ, ഇൻഡെക്സ് ഫിംഗർ ഉണ്ടായിരിക്കുക. ഏറ്റവും നീളം കൂടിയത് എന്ന് പറയുന്നത് അയാളായിരിക്കും. ഈ ചൂണ്ടുവിരലിന്റെ ഒന്നാം ഖണ്ഡം വളരെ നീളമുള്ളത് ആണെങ്കിൽ, ഒന്നാം ഖണ്ഡം നമ്മൾ ഓരോ കണ്ണുമായിട്ടെടുത്ത് പരിശോധിക്കുക. അതിന്റെ ഫസ്റ്റ് സെഗ്മെന്റിന് നീളം കൂടുതൽ ഉണ്ടായിരുന്നാൽ അയാൾക്ക് സെൽഫ് കോൺഫിഡൻസ്
കൂടും എന്നാണ്. വിരലിന് തന്നെ നമ്മൾ പറഞ്ഞു നീളം കൂടുണ്ടായിരുന്നാൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ വീണ്ടും പറയുന്നു, അതിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് വിരലിന് ഈ പറഞ്ഞ എക്സ്ട്രാ ഓർഡിനറി നീളമൊന്നുമില്ല, സാധാരണ വിരലാണ്. വിരല് വലിയ എക്സ്ട്രാ ഓർഡിനറി നീളമൊന്നുമില്ല, ഒരു സാധാരണ വിരൽ. പക്ഷെ ആ സാധാരണ വിരലില് നോക്കിയപ്പോ 3 സെഗ്മെന്റ് എടുക്കുമ്പോൾ അതിൽ ഒന്നാം സെഗ്മെന്റ് എന്ന് പറയുന്നത് നഖത്തോട് കൂടിയ ഭാഗമാണ്. ഒന്നാം സെഗ്മെന്റ് നീളം ഏറിയിരുന്നാൽ സെൽഫ് കോൺഫിഡൻസ് കൂടും എന്നാണ്. സെൽഫ് കോൺഫിഡൻസ് കൂടും. എന്നാൽ രണ്ടാം കണ്ണത്തിനാണ് നീളം ഏറിയിരിക്കുന്നത് എങ്കിൽ അയാൾക്ക് ഈ സ്ഥാനമാനങ്ങളുടെ അമിതമായ താല്പര്യമായിരിക്കും. സ്ഥാനമാനങ്ങളോട് അമിതമായ താല്പര്യമുള്ള ആളായിരിക്കും. മോഹം. എവിടെ ചെന്നാലും കസേര എനിക്ക് കിട്ടണം, അവിടുത്തെ ഒരു ദിവ്യനായി ഞാൻ മാറണം. സ്ഥാനമാനങ്ങളോട് വളരെ താല്പര്യമുള്ള ആളാണ്. പക്ഷേ മൂന്നാം കണ്ണത്തിനാണ് നീളക്കൂടുതൽ ഉള്ളത് എങ്കിൽ അയാൾ വിഷയാസക്തി, ഭൗതിക ജീവിതത്തോട് ഏറെ താല്പര്യമുള്ള ആളായിരിക്കും. ഭൗതിക ജീവിതത്തോട് ഏറെ താല്പര്യമുള്ള ആളായിരിക്കും. അങ്ങനെ നമുക്ക് ആ 3 വിരലിനെയും ആ 3 കണ്ണത്തെയും നമുക്ക് പറയാം. അപ്പൊ അതിൽ നീളം കൂടിയാൽ, ഇപ്പോൾ പറഞ്ഞ വിഷയാശക്തി കൂടും എന്ന് പറയുന്നു. അപ്പൊ നീളം കുറഞ്ഞാലോ ഭൗതിക ജീവിതത്തോട് വിഷയാശക്തിയോട് ഇത് കുറവായിരിക്കും. അതുപോലെ മിഡിൽ പാർട്ട് നീളം കൂടിയാൽ അയാൾ അംബീഷ്യസ് ആയിരിക്കും. അപ്പൊ നീളം കുറഞ്ഞാൽ നമുക്ക് പറയാം സ്ഥാനമാനങ്ങളോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണെന്ന് പറയും. ഈ ഒന്നാം കണ്ണം നീളം കൂടിയിരുന്നാൽ നമ്മൾ പറഞ്ഞ മതവികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ സെൽഫ് കോൺഫിഡൻസ് കൂടും എന്ന് പറഞ്ഞു. എന്നാൽ ആ നീളം അല്പം കുറവാണ് കാണുന്നെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇങ്ങനെയാണ് നമുക്ക് വിരലുകൾ പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പാമിസ്ട്രിയില് ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ, ഒരു അടയാളം ഉണ്ടെങ്കിൽ, ഒരു ചിഹ്നം ഉണ്ടെങ്കിൽ, ഇപ്പം കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ ക്രോസ് ചിഹ്നം വരാം, ചതുരം വരാം, സർക്കിൾ വരാം, ഇങ്ങനെയൊക്കെ ചിഹ്നങ്ങൾ വരാം, സ്റ്റാർ വരാം. ഈ ചിഹ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചൊരു ഫലവും പറയും നമ്മൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ചിഹ്നമില്ലെങ്കിലോ ഫലം റിവേഴ്സായി പറയണം. ഇല്ല, അങ്ങനെയല്ലേ? അങ്ങനെ വിധി ഇല്ല, ഓർമ്മിക്കുക. ഇപ്പോ ഞാൻ പറയാൻ കാരണം, ഒന്നാം വിരലിന് നീളം കൂടിയാൽ സെൽഫ് കോൺഫിഡൻസ് കൂടും എന്ന് പറഞ്ഞു. നീളം കുറഞ്ഞാൽ അയാൾക്ക് സെൽഫ് കോൺഫിഡൻസ് കുറയുമെന്നും പറഞ്ഞു. അപകർഷതാബോധം. അപ്പൊ കൂടിയാൽ ഒരു ഫലം, കുറഞ്ഞാൽ അതിന്റെ വിപരീത ഫലം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളും അത് ധരിക്കാം. മറ്റെവിടെയും ഒരു കാര്യം പറഞ്ഞാൽ ആ ലക്ഷണം ഇല്ല എങ്കിൽ അതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആയ ഫലം അവിടുത്തെ ആപ്ലിക്കബിൾ ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, പഠിക്കരുത്. അത് തെറ്റായ ഒന്നാണ്. അതിപ്പോഴും പറഞ്ഞത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും അതുണ്ടെങ്കിൽ ഫലം ഇത്, ഉടനെ തിരിച്ചു ചോദിക്കരുത്. ഇല്ലെങ്കിൽ ഫലം എന്ത് എന്ന് ചോദിക്കരുത്. ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിന് ഫലമൊന്നുമില്ല. ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ആ ഫലം പറഞ്ഞത്. ഇല്ലായിരുന്നാൽ ആ ഫലം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ ചിഹ്നം ഇല്ല, ആ ഫലം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു ഫലത്തെ നിർണ്ണയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ആയുസ്സിനെ നിർണ്ണയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ ഒരു ഘടകം മോശമെന്ന് പറഞ്ഞ് മറ്റൊരു ഘടകം, മറ്റ് 2-3 ഘടകങ്ങൾ അനുകൂലമായാൽ അയാൾക്ക് ദോഷം സംഭവിക്കുകയില്ല. അതുകൊണ്ട് പഠിക്കുന്നതിനപ്പുറം കേൾക്കാത്തത് അല്ലെ പഠിക്കാത്തത്, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും എന്നുള്ളൊരു ധാരണയിലേക്ക് നിങ്ങൾ ആരും പോകരുത്. മറ്റൊന്ന്, ഇപ്പൊ പോയി മാർക്കറ്റിൽ നിന്ന് ആരും പുസ്തകവും വാങ്ങരുത്. ഇപ്പൊ ആരും പോയി പുസ്തകം വാങ്ങണ്ട. പുസ്തകം വാങ്ങാൻ സമയമാകുമ്പോൾ ഞാൻ പറയാം.
ആ സമയത്ത് മാത്രം മാർക്കറ്റിൽ പോയി പുസ്തകം വാങ്ങുക. ഇപ്പോൾ പാമിസ്ട്രി കേട്ടു, മാർക്കറ്റിലോട്ടോ ബുക്ക് സ്റ്റാളിലോ പോകുമ്പോൾ അവിടെ പാമിസ്ട്രിയുടെ പുസ്തകം ഇരിക്കും. ശരി, എന്തായാലും പഠിക്കുകയല്ലേ, 2 കൈവശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം എടുക്കണ്ട, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിയാം. ഒരു പുസ്തകം, ഏത് പുസ്തകം വാങ്ങണമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവും. മാർക്കറ്റിൽ ഇരിക്കുന്ന 100 കണക്കിന് പുസ്തകത്തിൽ നിങ്ങൾക്ക് ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് മാത്രമേ പുസ്തകം വാങ്ങാവൂ. അതിന് മുന്നേ നിങ്ങൾ പുസ്തകം വാങ്ങാൻ പോകണ്ട. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ നോട്ട്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞു, ഒരു 4 or 5 ഷീറ്റ് ഇട്ടയ്ക്കുക, വിട്ടയ്ക്കുക. നമുക്ക് ആ കൈയുടെ ഇത് പറയാൻ വേണ്ടിയാണ്, 7 ജാതി കൈകളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അത് നമുക്ക് പിന്നീട് എഴുതാം. ഞാൻ പിന്നീട് അത് പഠിപ്പിക്കും, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഒരു ഇൻട്രസ്റ്റിംഗ് എങ്കിലും തോന്നും. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കൈയെങ്കിലും, വീട്ടിലുള്ളവരുടെ കൈവിരലെങ്കിലും പിടിച്ചിട്ടുണ്ട്, നീളം കൂടുതലും കുറവും ഒക്കെ നിങ്ങൾക്കൊക്കെ നോക്കാൻ കഴിയും. തിരിച്ച് ഞാൻ ഇന്ന് കൈയാണ് പഠിപ്പിച്ചെങ്കിൽ നിങ്ങൾ ഇപ്പോഴും തന്നെ ഇതങ്ങോട്ട് മടക്കി വെക്കുമായിരുന്നു. കാരണം നമുക്കത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല, നമുക്കൊരു താല്പര്യം തോന്നില്ല. കാരണം നമുക്ക് വേഗത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് നമുക്ക് പിന്നീട് പഠിക്കണം, പഠിച്ചേ പറ്റൂ. അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ നമുക്കിന്ന് എഴുതാം, വിരലുകൾ എന്ന് ഹെഡ് ഇടുക. വിരലുകൾ. അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക, ചൂണ്ടുവിരൽ. നോട്ട്സ് എഴുതുന്നത് നോട്ട്ബുക്കിന്റെ ഇടത് ഭാഗത്ത് മാത്രം, വലത് ഭാഗത്ത് വേണ്ട. ചൂണ്ടുവിരൽ. ഈ പുസ്തകത്തിലൊക്കെ ഒരുപാട് വാചാലമായിട്ട് പറഞ്ഞിരിക്കും സ്റ്റേറ്റ്മെന്റുകൾ. ഒരു ചൂണ്ടുവിരൽ എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫ് തന്നെ ആ ചൂണ്ടുവിരലിനെ കുറിച്ച് വിശദീകരിക്കാനകത്ത് കൊടുത്തേക്കും. ആ പാരഗ്രാഫ് ഒന്നും നമുക്ക് ഏതൊരു ഉപയോഗം ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ നോട്ട്സ് എപ്പോഴും വളരെ ചുരുങ്ങിയതായിരിക്കും, വളരെ ചുരുക്കെഴുത്തിലുള്ള നോട്ട്സാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ ഒരു വാക്ക് പോലും നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം എത്രമാത്രം ചെറുതാക്കാമോ അത്രയും ചെറുതാക്കിയാണ് ഞാൻ നോട്ട്സ് തരുന്നത്. അല്ലാതെ എസ്സേ കണക്ക് നിങ്ങൾക്ക് എഴുതി തന്നാൽ നിങ്ങൾക്ക് വായിക്കാൻ ബോറായിരിക്കും. അത് നിങ്ങൾക്ക് പിന്നെ പുസ്തകം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കാം. ഇവിടെ ഞാൻ തരുന്ന എപ്പോഴും ഈ കാച്ചിക്കുറുക്കി തരുന്നതാണ്, പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സിനകത്ത് ഒരു വാക്ക് പോലും നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യരുത്, അഡീഷണലായി ചേർക്കുകയും ചെയ്യരുത്. അത് ഞാൻ വരിയെ പറയാം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന്. എഴുതിക്കൊള്ളൂ, ചൂണ്ടുവിരൽ. ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളൂ, വ്യാഴവിരൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം. ചൂണ്ടുവിരലിന്റെ ചുവട് ഭാഗം എന്ന് പറയുന്നത് വ്യാഴമണ്ഡലമാണ്, വ്യാഴവിരൽ. നീളം കൂടിയ ചൂണ്ടുവിരൽ അധികാരമോഹത്തെയും ഭരണാധികാരികളുടെയും ലക്ഷണമാണ്. അധികാരമോഹത്തിന്റെയും ഭരണാധികാരികളുടെയും ലക്ഷണമാണ്. അഹങ്കാരം ധനനഷ്ടത്തിനും അന്തസ്സിന് കോട്ടവും നൽകും. ഒന്നാം വിരൽ ബോധ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു.
ഒന്നുകൂടെ പറയാമോ? ഒന്നാം വിരൽ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്, ബോധ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു. ഒന്നും രണ്ടും വിരലുകൾക്കിടയിൽ ഒന്നും രണ്ടും വിരലുകൾക്കിടയിൽ അകലമുണ്ടായിരുന്നാൽ ഒന്നും രണ്ടും വിരലുകൾക്കിടയിൽ അകലമുണ്ടായിരുന്നാൽ ആലോചനാശക്തി കൂടും. ആലോചനാശക്തി കൂടും. ഒന്നും രണ്ടും വിരലുകൾക്ക് ഒന്നും രണ്ടും വിരലുകൾക്ക് ഒരേ നീളമുണ്ടായിരുന്നാൽ അടക്കി ഭരിക്കാൻ മോഹമുണ്ടാകും. ഒന്നും മൂന്നും വിരലുകൾക്ക് ഒന്നും മൂന്നും, മൂന്നാമത്തെ വിരൽ വെച്ചാൽ മോതിര വിരലാണ്. ഒന്നും മൂന്നും വിരലുകൾക്ക് റൈറ്റിലെഴുതിക്കോളും മോതിര വിരൽ ഒരേ നീളമുണ്ടായിരുന്നാൽ യശസ്സിനും ധനത്തിനും തുല്യ പ്രാധാന്യം നൽകും. ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ നീളം കൂടിയിരുന്നാൽ നേതൃഗുണവും ആത്മവിശ്വാസവും ഉണ്ടാകും. നേതൃഗുണവും ആത്മവിശ്വാസവും ഉണ്ടാവും. ചെറിയ തെറ്റിന് പോലും ശാസിക്കും. ചെറിയ തെറ്റിന് പോലും ശാസിക്കും. പെട്ടെന്ന് ശാന്തരാകുകയും ചെയ്യും. ചൂണ്ടുവിരലിന് മോതിര വിരലിനേക്കാൾ നീളം കുറഞ്ഞു പോയാൽ അപകർഷതാബോധവും
സംശയവും ഉണ്ടാകും. സൂത്രശാലിയും സ്വാർത്ഥനുമായി തീരും. ഒന്നാം വിരലിന് നീളം തീരെ കുറഞ്ഞു പോയാൽ ഒന്നാം വിരലിന് നീളം തീരെ കുറഞ്ഞു പോയാൽ ഏത് ആപൽഘട്ടത്തിലും പെട്ടെന്ന് തീരുമാനമെടുക്കുവാൻ കഴിയും. ഏത് ആപൽഘട്ടത്തിലും പെട്ടെന്ന് തീരുമാനം എടുക്കുവാൻ കഴിയും. ഒന്നാം വിരലിന് നീളം വളരെ കൂടുതലാണെങ്കിൽ, ഞാൻ ഇവിടെ ഒരു വാക്ക് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്, വളരെ. അപ്പൊ എഴുതുമ്പോൾ ഒരു സൗകര്യത്തിന് ഒന്നാം വിരലിന് നീളം കൂടുതൽ എന്നല്ല എഴുതേണ്ടത്, വളരെ. ആ വാക്കിന് പ്രാധാന്യമുണ്ട്, അത് ഒഴിവാക്കരുത്. കാരണം ഒന്നാം വിരലിന് നീളം കൂടിയാലെന്ന് പറഞ്ഞ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വീണ്ടും നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ എഴുതിയാൽ പിന്നീട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ടിടത്തും രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ ഒന്നാം വിരലിന് വളരെ നീളം കൂടുതലുണ്ട് എങ്കിൽ ക്രൂരനും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനുമായിരിക്കും. ക്രൂരനും എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവനുമായിരിക്കും. ചെറുവിരൽ ഒന്നാം കണ്ണത്തിന് നീളം കൂടുതലുണ്ടായിരുന്നാൽ സെൽഫ് കോൺഫിഡൻസ് കൂടും. രണ്ടാം കണ്ണത്തിന് നീളക്കൂടുതലുണ്ട് എങ്കിൽ സ്ഥാനമാനങ്ങളോട് ആർത്തി ഉണ്ടായിരിക്കും. മൂന്നാം കണ്ണത്തിന് നീളമേറിയിരുന്നാൽ ധിക്കാരിയും
തന്നിഷ്ടക്കാരനുമായിരിക്കും. ഇത്രയുമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ഒന്നാം വിരലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം. വായിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വിരൽ പിടിച്ചു നോക്കരുത്. പിടിച്ചു നോക്കിയാൽ നിങ്ങൾ പറഞ്ഞത് അവരോട് കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടും. ഇപ്പൊ പറഞ്ഞത് ചെറുവിരലെന്നും പറഞ്ഞാ തുടങ്ങിയത്. ചൂണ്ടുവിരലല്ലേ? ചൂണ്ടുവിരലാണോ ചെറുവിരലാണോ സാർ? അത് ചെറുവിരൽ പറഞ്ഞപ്പോ ചെറുവിരലെന്ന് ചെറുവിരലെന്ന് പറഞ്ഞേ, അതാണ് ഇപ്പൊ അവസാനം വാചകം തുടങ്ങിയത്. ചൂണ്ടുവിരല. ശരി ശരി. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെയൊക്കെ വിരലുകൾ ശ്രദ്ധിക്കുക. അവർ വെറുതെ കൈവച്ചിക്കുമ്പോഴൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ ഈ ഒന്നാം വിരലിന്റെ നീളം കൂടുതലും കുറവൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടികിട്ടും. വെറുതെ നോക്കിയാൽ മതി. എന്നിട്ട് അവളുടെ സ്വഭാവം കൂടി നിങ്ങളിൽ നിന്ന് വിലയിരുത്തുക. അങ്ങനെ നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഇത് മറക്കില്ല. അത് പ്രത്യേകത. നിങ്ങളുടെ കൂടെയുള്ള കേശവന്റെ ഒന്നാം വിരലിന് നീളം വളരെ കൂടുതലാണ്. അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും. അത് ശരി, അപ്പൊ ഇത് കേശവന്റെ സ്വഭാവമാണ്. കേശവന്റെ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കേശവന്റെ ഒന്നാം വിരൽ നീളം കൂടുതലാണ്, അവന്റെ സ്വഭാവം നോക്കറിയാം. ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മറക്കില്ല, പിന്നെ മറക്കില്ല. പക്ഷെ നിലവിൽ പിടിച്ചു നോക്കരുതെന്ന് പറയാൻ കാരണം, നിങ്ങൾ പിടിച്ചു നോക്കിയാൽ ബാക്കിയുടെ പറ എന്ന് പറഞ്ഞാൽ അത് കുറേ നിൽക്കും. നമുക്ക് വേറെ ഒന്നും പറയാൻ അറിയില്ല. അത് തൽക്കാലം നമ്മൾ പിടിച്ചു നോക്കുന്നില്ല. നമ്മളിങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നോക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ കൈ പിടിച്ച് നോക്കണം. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞത് ശരിയാണെന്ന് നോക്കണം. അതിപ്പോ വേണ്ട. ഇപ്പൊ പറഞ്ഞാൽ അത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിക്കളയും. കാരണം നിങ്ങളെ ചിലപ്പോൾ ഒരു കളിയാക്കും. നിങ്ങൾക്ക് പറയാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് പോകും. തിരിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആര് കൈ കണ്ടാലും അവനെ തറയിൽ നിർത്താൻ പറ്റിയ 2 സ്റ്റേറ്റ്മെന്റ് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവന്റെ കൈ പിടിക്കാം. അവനെ നിലയ്ക്ക് നിർത്താൻ പറ്റുന്ന 2 സ്റ്റേറ്റ്മെന്റ് അവന്റെ കൈ നോക്കി നമുക്ക് പറയാം. നിന്റെ സ്വഭാവം ഇതാണെന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിൽക്കും അവിടെ. അതിന് സ്റ്റാൻഡ് ആകുന്നത് വരെ ആരെയും കൈ പിടിച്ചു നോക്കണ്ട. പകരം കൈ കാണാൻ കഴിയുന്ന ഒരു അവസരവും കളയരുത്. നോക്കണം, വ്യക്തമായി നോക്കി പഠിക്കുക. പിന്നെ നിരന്തരം വായിക്കുക. കാരണം ഇപ്പൊ ഒന്നാം വിരൽ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മയിലുണ്ടാവും. പക്ഷേ 2ാം വിരൽ പഠിക്കുമ്പോൾ നിങ്ങൾ 1ാം വിരൽ വിട്ടു. 2ാം വിരലിന് വളരെ കുറച്ച് സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. വളരെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് അതിൽ പറയാനുള്ളൂ. പിന്നെ 3ാം വിരലാണ്. പിന്നെ കൂടുതൽ പറയുന്നത് 4ാം വിരലിനെ കുറിച്ചും തായ് വിരലിനെ കുറിച്ചുമാണ് ഏറ്റവും കൂടുതൽ പിന്നെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു വിരൽ പഠിച്ചിട്ട് അടുത്ത വിരലിലേക്ക് പോകുമ്പോൾ ആദ്യം പഠിച്ചത് മറക്കും. ഇതിന് ഒഴിവാകാൻ ഒരു വഴിയേ ഉള്ളൂ. ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊന്ന് വായിച്ചു നോക്കുക. വായിച്ചുകൊണ്ട് മാത്രമായില്ല, എവിടെയെങ്കിലും കാണാൻ കൂടിയുള്ളൊരു അവസരം കൂടി നിങ്ങൾ ഉണ്ടാക്കണം. വായിക്കണം. ഒരു വേഷ്യം വിചാരിക്കരുത്. യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യാത്രയിൽ വായിക്കാൻ കണക്കാക്കി ഒരു ചെറിയ നോട്ട്ബുക്കിൽ, വളരെ ചെറിയൊരു നോട്ട്ബുക്കിൽ നിങ്ങൾ ഇത് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ യാത്രയിൽ ട്രെയിനിലോ ബസ്സിലോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ യാത്രയിൽ ഇത് മറിച്ച് നോക്കാൻ അവസരം ഉണ്ടാകും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മറ്റെന്നും പറഞ്ഞതിൽ സംശയമൊന്നും ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. Thank you, sir. Thank you.